ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വരെ നമുക്ക് നടക്കണം, അങ്ങോട്ടെങ്ങാനും പോയി നിൽക്കാം. അടിപൊളി കിലോ റേഞ്ച് കാണും. അവൻ്റെ അടി ബോക്കൊക്കെ അടിച്ച് അകത്ത് കയറ്റിയായിരുന്നത്. ഉണ്ടോ സ്ട്രോക്ക് ഇരിക്കുന്നുണ്ടോ? ഞൊട്ട, നമുക്കിവിടുന്ന് പോവാം. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ സ്റ്റിക്ക് അടിക്കാൻ സ്നേക്ക് ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ അടുത്ത് ചെറിയൊരു സ്പോട്ട്. അവിടെ നമ്മൾ ഫ്രണ്ട് ഷോട്ടെ വന്ന് സിലോപ്പിയൊക്കെ പിടിക്കുന്നതാണ്. നമ്മളങ്ങോട്ട് സ്റ്റിക്ക് അടിക്കാൻ ഇതുവരെ വന്നിട്ടില്ല. സ്റ്റിക്ക് അടിക്കാരൊക്കെ ഉള്ളതെന്നൊക്കെ അറിയത്തില്ല നമുക്ക്. അപ്പം നമ്മൾ അങ്ങോട്ട് നോക്കുവാണ്. രാവിലെ അങ്ങോട്ട് പോയി നോക്കുവാണ്. സമയം 7 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. വെട്ടമൊക്കെ വീഴാൻ ഭയങ്കര താമസമാണല്ലോ. അങ്ങോട്ട് പോയി നോക്കുവാണ്. നേരെ നമുക്ക് അങ്ങോട്ട് നടക്കാം. കാലൊക്കെ വയ്യ, അങ്ങ് വരെ നമുക്ക് നടക്കണം. പോയി നോക്കാം, ഭാഗ്യം ഉണ്ടെങ്കിൽ വല്ലതും കിട്ടും. ഒരു കുറച്ച് തെളിവുണ്ട്. നമുക്ക് ആദ്യം അവിടെ പോയി നോക്കാം. ഇത് വഴിയാണ് നടക്കുന്നത്. നടപ്പ് ഒത്തിരി ഒന്നുമില്ല കേട്ടോ, കുറച്ച് നടപ്പേ ഉള്ളൂ. ഈ ഒരു ഏരിയയാണ് ഞാനിപ്പം രാവിലെ അടിക്കുന്നത്. മീനൊക്കെ മറിയുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടെങ്ങാനും പോയി നിൽക്കാം, നോക്കാം. അങ്ങോട്ടൊക്കെ പോയി നോക്കാം. അറിയുന്നത് സിലോപ്പിയാണ്, പക്ക സിലോപ്പി. ഇതെല്ലാം അറിയുന്നത്. ഫ്രോഗ് എത്രത്തോളം ദൂരം പോകുമെന്ന് അറിയത്തില്ല. കുഞ്ഞ് ബാഗിൻ്റെ വള്ളിയും പോയി. അഡ്ജസ്റ്റ് എടുക്കാം. ഓക്കെ, നമ്മൾ നടന്നു പോയതിൻ്റെ പാടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേക്ക് വെള്ളം ഭയങ്കര ഇതായിരുന്നു, കലക്കലായിരുന്നു, കാണത്തില്ലായിരുന്നു. നമുക്ക് ഇവിടെ ഒതുങ്ങിക്കാം. എൻ്റെ മോനെ, അടിപൊളി. ഐ ലൈക്ക് ഇറ്റ്. അടി നല്ലൊരടി കേട്ടോ, നല്ലൊരടി. ഐ ലൈക്ക് ഇറ്റ്. ഇഷ്ടപ്പെട്ടു. വലിയ സൈസൊന്നും ഇല്ലെങ്കിലും ഒരു 1/2 കിലോ റേഞ്ച് കാണും. അവൻ്റെ അടി ബ്ലക്ക് എന്ന് പറഞ്ഞ അടി, അതെനിക്കിഷ്ടപ്പെട്ടു. നല്ല വരുത്തം കേട്ടോ. എന്തായാലും വന്നതും നമുക്ക് നഷ്ടമായില്ല. എടുക്കാം. എടുത്ത് നമുക്ക് നമ്മുടെ കൊല്ലിയിൽ തൊട്ട് വിക്ഷേപിക്കാം. വിയറ്റ്നാം വരാലാണേ, നാടനല്ലത്, വിയറ്റ്നാം. കൊല്ലി കെട്ടിയിട്ട് നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട്, ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ബാഗ് എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ വെക്കാം. ഓക്കെ, പോക്കൊക്കെ അടിച്ച് അകത്ത് കയറ്റിയായിരുന്നത്. എൻ്റെ മെണപ്പാട് അവിടെ കിടന്ന് എനിക്കെടുത്തോടി നീനെ. ഇവിടെ വന്നപ്പോൾ നല്ലൊരു അടിച്ചവനങ്ങ് സൈഡിലോട്ടും കൊണ്ടുപോയിട്ടോ. രസമായിരുന്നു. ലോങ് ടൈം. രാവിലെ തന്നെ ഫ്രോഗ് ഉടക്കി പൊട്ടി. അതാണൊരു കുഴപ്പം ഇവിടുത്തെ. ഈ കാടിങ്ങനെ നിൽക്കുന്നുണ്ട്. കണ്ടൽ ഇതെന്താ പറയുന്നത്, കടേഷ് നിൽക്കുന്നുണ്ട്. കയറിക്കഴിഞ്ഞാൽ ഫ്രോഗ് ഉടക്കിയതാണ്. ഫ്രോഗുണ്ട്, എന്നാലും എനിക്കൊരു വിഷമം. നമ്മുടെ കൊമേറ്റോസിൽ
ഫ്രോഗ് അടുത്തത് കിട്ടി. അടിച്ചിട്ടുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ അവൻ കയറും. സുഭാഷ് അവസാനം കയറ്റി. എൻ്റെ ദൈവമേ, നാടൻ കേട്ടോ, നാടൻ. ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ കയറ്റുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണ്. എന്തോ ഭാഗ്യത്തിന് കയറി. ഞാൻ വിചാരിച്ചു അവിടേക്ക് ഉടക്കിയപ്പോൾ പോയത്. ഞാൻ പിന്നെ അവസാനം നൂലയിലൊക്കെ പിടിച്ച് ഇവിടെ വെച്ചാൽ വലിയ കയറ്റിയത്. റിസ്ക്കാണ് കേട്ടോ, ഭയങ്കര പാടിവിടെ. ഒരു 1/2 കിലോ റേഞ്ച് കാണും നമുക്ക്. 1/2 കിലോ റേഞ്ച് കാണും. കൊല്ലിയിലോട്ട് കൊണ്ടിടാം. ഫ്രോഗ് ഇരിക്കുന്ന കണ്ടോ, ഫ്രോഗ് തുമ്പത്തൊക്കെ ഇരിക്കുന്ന ഫ്രോഗ് കണ്ടോ, ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ, ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ, അടിപൊളിയായിട്ടത്. ഓക്കെ, നമുക്കിതിനെ എടുക്കാം, കൊല്ലിയിലോട്ട് മാറ്റാം. ഈ കടേസ് കണ്ടോ, ഈ വെള്ളത്തിൽ കിടക്കുന്നത്, ഇത് കാറ്റടിക്കുമ്പം അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഇതിങ്ങനെ ഒഴുകി നടക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ല, നിന്ന് കഴിഞ്ഞാൽ താന്നു പോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മീൻ അടിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ 2 എണ്ണം കിട്ടി. അപ്പം വേറെ എവിടെ കിട്ടും കുറച്ച് നോക്കാം. അടിച്ചിട്ടുണ്ട്. ഞൊട്ട എടുക്കുമോ? ഞൊട്ടയും ഒക്കെ എടുക്കാം, കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം 1/4 കിലോ ഒക്കെ കൊടുക്കാം, കുഴപ്പമില്ല. നമുക്ക് മീനിന് തികഞ്ഞില്ലെങ്കിൽ ഒരു 1/4 കിലോ ഒക്കെ ആക്കി ഇതൊക്കെ കൊടുക്കാം, ഒന്നും കളയണ്ട. ഇത്രയും ചെറുതിനെ ഒന്നും ഞാനിപ്പം കളയത്തില്ല, കാരണം മീൻ കിട്ടുന്നത് തന്നെ കുറവാണ്. എനിക്കിതിനെ കാണുമ്പോൾ വിചാരിക്കും, അയ്യോ എന്നാ കുഞ്ഞതാ, അയ്യോ എന്തിനാ ഇതിനെ എടുക്കുന്നേ, വലുതിനെ കിട്ടത്തില്ലേ? വലുതിനെ കിട്ടത്തില്ല. വലുത് കിട്ടാത്തതുകൊണ്ടാണ് ഇതിനെ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ കളയേണ്ട കാര്യമില്ല ഈ സമയത്ത്. നമ്മളിതിനെ കുഞ്ഞിനെയൊക്കെ കളഞ്ഞിട്ടുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ ഞാനൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് മീൻ വളരെ കുറവാണ്. അപ്പം ഉള്ളത് വെച്ച് നമ്മളെടുക്കും. ഇതൊന്നും ഞാൻ കളയത്തില്ല ഇപ്പം. ഇതിലും തീരെ ചെറുതൊക്കെയാണെങ്കിൽ ഞാനിപ്പം കളയത്തുള്ളൂ. തെറ്റാലി അടിക്കാനൊന്നും ഇവിടെ കാണത്തില്ല. വെള്ളം ഒരുമാതിരി ഇതായതുകൊണ്ട് കാണത്തില്ല. അല്ലെങ്കിൽ ഞാനിപ്പം തെറ്റാലിയും കൂടി ഇപ്പം ഞാനിരുന്ന് അടിച്ചേനെ. വെള്ളം ഒരുമാതിരി കലക്ക വെള്ളമാണ്, ഇവിടെ പാടാം. അപ്പോൾ നമുക്ക് ഇന്നിവിടുന്ന് കയറാം. സമയം 9:30 എനിക്ക് ചെന്നിട്ട് ഇനി ആറ്റി വരെ പോകണം. ആറ്റിപ്പോൾ ഇതെല്ലാം കിട്ടുമോയെന്ന് നോക്കാൻ പോകണം. കഴിച്ചു കൊണ്ടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിവിടുന്ന് ചെറുകെ വലിയ അതെ നമുക്ക് കിട്ടിയ മീൻ നമുക്ക് സഞ്ചിയിലോട്ടാക്കി നമുക്കിവിടുന്ന് പോവാം. എന്തായാലും ഒരു കിലോ മേളിലുണ്ട്, എല്ലാം കൂടി 1 കിലോ മേളിലുണ്ട്, മതി. എന്തായാലും ഇറങ്ങിയത് നഷ്ടമായിട്ടില്ല ഇന്നത്തെ രാവിലത്തെ വരവ്. അപ്പോൾ മോശമാരെ ഇത് നമ്മളിവിടുന്ന് കയറി. നമുക്ക് 3 വരാല് മാത്രം കിട്ടി. ഒരെണ്ണം അടിച്ചു, പക്ഷേ അവന് കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് പോയി. കണ്ണാടി വെച്ചേക്കുന്ന പോൾക്കസ് ഗ്ലാസ്സാണ്. സിലോപ്പയെല്ലാം പൊങ്ങുവാണെങ്കിൽ അതിനെ കൂടി അടിക്കാനുള്ള പ്ലാനിങ്ങിൽ നിന്നതാണ്. പക്ഷേ വെള്ളം കലക്കലാണ്ട് മീനൊന്നും പൊങ്ങുന്നില്ല, എന്തൊന്നറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഇന്നലെ വന്നപ്പോൾ നമുക്കൊന്നും കിട്ടിയില്ല, കാരണം കാണത്തില്ലായിരുന്നു. സോ ഇത്രയുള്ള വീഡിയോ, ചെറിയൊരു വീഡിയോ ആണ്. സോ നെക്സ്റ്റ് ഒരു ഫിഷിംഗ് വീഡിയോ കാണും വരെ എല്ലാവർക്കും ടാറ്റ. വീഡിയോസൊക്കെ കുറവാണ്,
കാരണം മീൻ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് സ്ലിംഗ് ഷോട്ടിൽ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പാടാണ്. സോ എന്തായാലും നമുക്ക് നോക്കാം.